ചെയ്യുക എന്നുള്ളത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് സാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ എൻ്റെ ഫ്രണ്ട് എന്ന് പറയുമ്പം എൻ്റെ നല്ലൊരു സുഹൃത്ത്, നല്ല ബെസ്റ്റ് ഫ്രണ്ട് അജിത്ത്, പത്തനംതിട്ട അപ്സര ജ്വല്ലറിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അജിത്താണ് ഈ കടവിൽ അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രചോദനമാണ് ഞാൻ ഈ കടവത്ത് എന്ന ഈ ആൽബം എടുക്കാൻ തീരുമാനിച്ചത്. തിരഞ്ഞാട്ടുവേലയിൽ തിന്നാൻ പാടത്തെത്തിയ ഒരു തോലവാലൻ പൈങ്കിളി തിരുവാതിരഞ്ഞാട്ടുവേലയിൽ തിങ്കളാഴ്ച നോമ്പു നോറ്റ് തിരുനക്കരെ പോയി വരുന്നൊരു തരുണീമണിയെ കണ്ടു. തോരാതെ പെയ്യുന്ന മഴമേഘമേ, നീ പ്രണയലേഖനം കൈമാറുമോ? തോരാതെ പെയ്യുന്ന മഴമേഘമേ, നീ പ്രണയലേഖനം കൈമാറുമോ? എന്നരികിൽ വരും പ്രണയിനിക്കായി നീ, എന്നരികിൽ വരും പ്രണയിനിക്കായി നീ മഴവില്ലഴകേകുമോ? അവൾക്കായി മണിമഞ്ചലൊരുക്കിടുമോ? പക്ഷെ എന്തായാലും പൊതുവിൽ നമ്മളത് ഫസ്റ്റിലേതായിരിക്കാം, നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ വളരെ എല്ലാ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ട് കിട്ടി. ഫസ്റ്റിൽ ഉദ്ദേശിച്ചത് കുട്ടനാടിലെ ചില സ്ഥലങ്ങളിൽ നിന്നായിരുന്നു. പക്ഷെ ചെറിയ ചെറിയ കാരണങ്ങളെ കൊണ്ട് അതിന് ചെറിയ മാറ്റം വരുത്തുകയും നമ്മുടെ ഒരു അജിത്തിൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്തത്. ഒക്കെ കുറേ റിസോർട്ടും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു. നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനപരമായിട്ട് എനിക്ക് കടപ്പാടുള്ളത് അജിത്തിനോടാണ്. അജിത്ത് ഇതിനു വേണ്ടി നല്ലോണം പരിശ്രമിച്ചു. അജിത്തിന് അവൻ്റെ ജോലികളൊക്കെ കളഞ്ഞുകൊണ്ടാണ് അജിത്ത് ഇതിൽ ഇറങ്ങിയത്. പക്ഷെ അജിത്ത് ഇതിന് മുൻപും ചില സിനിമകളിലൊക്കെ ടെലിഫിലിമിലൊക്കെ അഭിനയിച്ച ആളാണ്. അജിത്തിന് എൻ്റെ അഭിപ്രായത്തിൽ അജിത്തിന് നല്ലൊരു ഭാവിയാണ്. അപ്പോൾ എന്തായാലും ദൈവസഹായം കൊണ്ട് അജിത്തിനായിട്ട് എന്തായാലും ഇതിൽ പങ്കെടുത്ത ആൾക്കാർക്കും ഇതിൽ നമ്മളോട് സഹകരിച്ച എല്ലാ ആൾക്കാർക്കും എൻ്റെ വിനീതമായി ഞാൻ നന്ദി അറിയിക്കുകയാണ്. തിങ്കളാഴ്ച നോമ്പു നോറ്റ് തിരുനക്കരെ പോയി വരുന്നൊരു തരുണീമണിയെ കണ്ടു. വീശുന്ന കുളിർക്കാറ്റെ നെയ്യ സുന്ദരാംഗിയെ തഴുകിടുമോ? താളത്തിൽ വീശുന്ന കുളിർക്കാറ്റെ നെയ്യ സുന്ദരാംഗിയെ തഴുകിടുമോ? അവൾ തൻ മുടിയെ ചൂടുവാനായി നീ, അവൾ തൻ മുടിയിൽ ചൂടുവാനായി നീ വസന്തത്തിൻ മലരേകുമോ? അവൾക്കായി മണിമുത്തം നൽകിടുമോ? തിരുവാതിരഞ്ഞാട്ടുവേലയിൽ തിന്നാൻ പാടത്തെത്തിയ കുരുത്തോലവാലൻ പൈങ്കിളി തിരു
തിരുവാതിര ഞാറ്റുവേലയിൽ തിങ്കളാഴ്ച നോമ്പു നോറ്റ് തിരുനക്കരെ പോയി വരുന്നൊരു തരുണീമണി കണ്ടു.